ശാവത്തുങ്കില നടകളിൽ തൊഴുതു കുറെ കാര്യങ്ങളുണ്ടല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കും. എല്ലാം ശരിയാവും. ശരിയാവും. ഹായ് ഹലോ, സോ എല്ലാവരെയും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ what to pack, what not to pack while coming to Australia for the first time As an international student. അത് വെറുതെ പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആണ്, എല്ലാവർക്കും അറിയാമല്ലോ. ആ പോട്ടെ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ഒന്നുകൂടെ മറ്റേ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി വെൽക്കം ടു അപർണ യൂട്യൂബ് ചാനൽ. കണ്ടിട്ട് കുറച്ച് ഓവറായോ? അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമ്മളിവിടെ പറയാൻ പോകുന്നതിൽ സെക്ഷൻ 1 എന്ന് പറയുന്നത് കൊണ്ടുവരേണ്ട സാധനങ്ങൾ, അതായത് എസെൻഷ്യൽ ദാറ്റ് യു മസ്റ്റ് ബ്രിങ് ടു ഓസ്ട്രേലിയ. അപ്പൊ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ ഡെഫിനറ്റ്ലി ആദ്യം തന്നെ പാസ്പോർട്ട് വിത്ത് എ വാലിഡ് സ്റ്റുഡന്റ് വിസ. അതിനുശേഷം വേണ്ടത് യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ വേണം, COE വേണം, പിന്നെ നമ്മുടെ OSHC, നമ്മുടെ ഓവർസീസ് സ്റ്റുഡന്റ് ഹെൽത്ത് കവർ വേണം, അതായത് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് അത് വേണം. പിന്നെന്താ വേണ്ട, ഡെഫിനറ്റ്ലി ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, പിന്നെ അക്കോമഡേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ റെന്റൽ എഗ്രിമെന്റ്സ് കാര്യങ്ങൾ, ഇതൊക്കെ എനിക്ക് തോന്നുന്നു പ്രിന്റ് എടുത്തിട്ട് കയ്യിൽ വെക്കാം. ഈ പറഞ്ഞ എല്ലാ ഡോക്യുമെന്റ്സും പ്രിന്റ് എടുത്തിട്ട് കയ്യിൽ വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇമിഗ്രേഷന്റെ സമയത്താണെങ്കിലും സേഫ് ആയിരിക്കും. പിന്നെ നമ്മുടെ അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സ് ഷാറിന് എന്തൊക്കെ കൊടുക്കുന്നു? ഞാൻ എന്റെ ഇപ്പം ബിടെക്കിന് എടുത്ത് എന്റെ ട്രാൻസ്ക്രിപ്റ്റ്സും എല്ലാ സാധനവും കൊണ്ടുവന്നിരുന്നു. അതൊക്കെ ഒറിജിനൽസ് തന്നെയാണ് കൊണ്ടുവന്നത്. അതായത് നമ്മൾ ഇവിടെ പഠിക്കുന്ന ഡിഗ്രി ഏതാണോ അതിന്റെ പ്രീവിയസ് ഡിഗ്രിയുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒറിജിനൽ കൊണ്ടുവരാം. അതിന് മുന്നേ ഉള്ളതൊക്കെ ഒറിജിനൽ വേണമെന്നില്ല. ഡെഫിനറ്റ്ലി ഈ പറയുന്ന മാതിരി നമ്മൾ ഒരു ഗൂഗിൾ ഡ്രൈവില് ഈ എല്ലാ ഡോക്യുമെന്റ്സിനെയും ഒരു ഫോൾഡേഴ്സ് ആക്കി സേവ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കോപ്പി എടുത്തിട്ട് ഒരു ഗസറ്റഡ് ഓഫീസർ ടെസ്റ്റഡ് ആയിട്ടുള്ള സാധനം കൊണ്ടുവന്നാൽ മതിയാവും. അത്രയും മതിയാവുമായിരിക്കും. അക്കാഡമിക് സർട്ടിഫിക്കറ്റ്സിന്റെ കാര്യം അത്രേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയാനുള്ളത് പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, കാരണം നമുക്ക് ഇവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യം വന്നാൽ എന്നുള്ളതാണ്. പിന്നെ ഒരു ഫോണിൽ തന്നെ ഒരു കോപ്പിയും കൂടെ സേവ് ചെയ്തിട്ട് അത് ഒബ്വിയസ്ലി നമുക്ക് എല്ലാ കോപ്പിയും ഫോണിൽ വേണം എന്നുള്ളത് ഒബ്വിയസ് ആണ്. പിന്നെ അടുത്തത് ID കാർഡ്സ്. എനിക്ക് പാൻ കാർഡ് എന്തായാലും വേണം ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട്. ഡ്രൈവിംഗ് ലൈസൻസ് നാട്ടിലെ ഇവിടെ 6 months വാലിഡ് ആണ്. പിന്നെ ചെയ്യുമ്പോൾ അത് വേണം ഇന്റർനാഷണൽ കൂടെ ആക്കിയാൽ മതി. അതെ, ഇന്റർനാഷണൽ ആക്കാൻ വലിയ പണിയില്ല. ഒരു 1 week 2 weeks കൊണ്ട് നമുക്കത് ഇന്റർനാഷണൽ ആക്കി തരാം. അതിന് വേറെ നമ്മള് ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ നിന്ന് തന്നെ നമുക്ക് എമൗണ്ട് എന്തോ ചെറുതായിട്ട് കൊടുക്കണം എന്ന് തോന്നുന്നുണ്ട്. ബട്ട് അത് നിങ്ങൾക്ക് കുറച്ചൊന്ന് സെർച്ച് ചെയ്താൽ മതി. എന്തായാലും ഇറ്റ് വിൽ നോട്ട് ടേക്ക് മച്ച് ടൈം. നമ്മൾ വേറൊരു ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ സൈറ്റിൽ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി എത്ര ദിവസം എടുക്കും അത് കിട്ടാന്നുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ടെസ്റ്റ് വേറെ ചെയ്യണ്ട. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാ, ആധാർ കാർഡൊക്കെ ഒരു ചെറിയ ഉണ്ടെങ്കിൽ അത് കയ്യിൽ എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെന്താ, ഇതെല്ലാം നമ്മുടെ കയ്യിലുള്ള ലഗേജിൽ വെക്കണം. അതായത് നമ്മൾ കൊടുത്തു വിടുന്ന ചെക്ക്ഡ് ഇൻ ബാഗ്സിൽ വെക്കാതെ നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ലഗേജിൽ സാധനങ്ങൾ, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഇതിന്റെ കോപ്പി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ. അപ്പൊ അതൊക്കെയാണ് നമ്മളെ ഡോക്യുമെന്റ്സിനെ കുറിച്ച് പറയാനുള്ളത്. അടുത്തത് നമുക്ക് കിടക്കാം മണി. അതാണ് നമ്മുടെ കയ്യിലില്ലാത്തത്. ഇതല്ലേ ഒന്നും പറയാനില്ല. അപ്പൊ നമുക്ക് കൊണ്ടുവരാനുള്ള കയ്യിലെടുക്കാൻ പറ്റുന്ന ക്യാഷ് എന്ന് പറയുന്നത് ഒരു 10,000 AUD വരെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. എബവ് 10,000 AUD നമ്മൾ എടുക്കരുത്. പിന്നെ അങ്ങനെ അത് എനിക്ക് തോന്നുന്നു 10,000 AUD എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള എക്സ്പെൻസീവ് ഐറ്റംസും എല്ലാം കൂടെ ആണെന്ന് തോന്നുന്നു 10,000 AUD അടുത്ത് വരേണ്ടത്. അതിൽ മുകളിൽ കൂടിയിട്ടുണ്ടെങ്കിൽ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട്. ഒരു ഡിക്ലറേഷൻ ഫോം നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഇവിടെ ഇറങ്ങാറാവുമ്പോൾ നമുക്ക് തരും. അതിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ട ഒരു അത്യാവശ്യമുണ്ട്. പിന്നെ ക്യാഷ് എന്തെടുത്താലും ഒരു റെസീറ്റ് കിട്ടും, അത് കൈ വെച്ചേക്കണം എപ്പോഴും. അതെ, ബെറ്റർ ടേക്ക് ലെസ് ദാൻ ഒരു 10,000 AUD. 1000 മതി. 1000 ഒക്കെ കയ്യിൽ, 1000 ഒക്കെ കൂടുതലാണ്. 1000 AUD തന്നെ കയ്യിൽ വെക്കുന്നത് ആയിരിക്കും ഏറ്റവും സേഫ്. മാക്സിമം. ബാക്കി പൈസ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോറക്സ് കാർഡ് എന്ന് പറഞ്ഞൊരു സാധനം നമുക്ക് നാട്ടിൽ നിന്ന് കിട്ടും. അതിനകത്തേക്ക് നമ്മൾ ലോഡ് ചെയ്താൽ മതി. അതിപ്പോ ഞാൻ SBIയുടെ ആണ് എടുത്തത്. ഇപ്പൊ ഫോറക്സ് കാർഡിലേക്ക് നമ്മൾ ബാക്കി പൈസ ലോഡ് ചെയ്താൽ മതി. അതിനകത്ത് ലിമിറ്റ് വരുന്നില്ല, നമുക്ക് എത്ര വേണേലും കൊണ്ടുവരാം. സോ ബാക്കി ക്യാഷ് അതിൽ ലോഡ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ഇവിടെ വേറെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ
അതിന് ക്യാഷ് എടുത്തിട്ട് അതിലേക്ക് ഇട്ടാൽ കുറച്ച് ടാക്സ് എടുക്കുന്നേ ഉള്ളൂ. അതെ, ടാക്സ് ഡെഫിനറ്റ്ലി നമ്മൾ എടുക്കും വരും. പക്ഷെ അതെടുത്തിട്ട് അതിലേക്ക് ഇടുവാണെങ്കിൽ വേറെ നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഫോറക്സ് കാർഡ് ഇവിടെ വർക്ക് ചെയ്യില്ല എന്ന് പലരും പറയും. SBIയുടെ കാർഡ് എനിക്ക് മെൽബണിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ബാക്കി എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ. പിന്നെ മണിയുടെ കാര്യം അത്രയല്ലേ ഉള്ളൂ. മണിയുടെ കാര്യം അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്തത് പറയാനുള്ളത് ഇറ്റ്സ് ലൈക്ക് ഇലക്ട്രോണിക്സ്. അപ്പൊ ഇലക്ട്രോണിക്സിൽ ഡെഫിനറ്റ്ലി മൊബൈൽ ഫോൺ, ലാപ്ടോപ്സ്, ചാർജർ അതെന്തായാലും എല്ലാവരും കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്. പവർ ബാങ്ക് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. പിന്നെ ഏറ്റവും എനിക്ക് പറയാനുള്ള സാധനം ഇസ് ലൈക്ക് യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ. ഞാൻ എല്ലാ കൺട്രിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമൊക്കെ നമ്മളിവിടെ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ ഓസ്ട്രേലിയക്ക് പറ്റുന്ന സാധനം കൊണ്ടുവരായിരിക്കും ഏറ്റവും നല്ലത്. അതെ, അപ്പൊ അതാവുമ്പോൾ നമുക്ക് ഏറ്റവും ചെറിയ സാധനം കിട്ടും. നമ്മുടെ ഓറമൈറ്റിയിലൊക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ കോളേജിൽ പോകുമ്പോൾ അടിയിലാണ്, ടേബിളിന്റെ അടിയിലാണ് പ്ലഗ് വരുന്നത്. ഞാൻ ഈ മന്ദം സാധനം കൊണ്ടുപോയിട്ട് കയറുന്നില്ല ഇത്. അപ്പൊ ഞാൻ ബാക്കിയുള്ളവരുടെ നിന്ന് വാങ്ങിയിട്ടൊക്കെയാണ് ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. സോ ബെറ്റർ ചെറിയത് ഏറ്റവും പറ്റുന്നതാണെങ്കിൽ കൊണ്ടുവരാം. അറമൈറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വേറെ കോളേജസിൽ എങ്ങനെയാണ് അല്ലെ, ഞാൻ പോയ ലാബുകളിൽ അറമൈറ്റി എന്നൊക്കെ പറഞ്ഞ് പടർന്ന് കിടക്കുന്നത് വേറെ ലാബുകളിലേക്ക് ചിലപ്പോൾ പറ്റുമായിരിക്കും. എന്തോ ഞാൻ പൊതുവേ നോക്കുമ്പോഴാണെങ്കിലും ഇവിടുത്തെ ബാക്കിയുള്ള പ്ലഗ്സിലാണെങ്കിലും ഈ സാധനം നമ്മൾ കുത്തുന്ന സമയത്ത് മുകളത്തെ സ്വിച്ച് താനെ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പം ചെറുത് കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. പിന്നെ ഹാർഡ്വെയർസ്, പിന്നെന്താ ഹാർഡ്വെയർസ് ഹാർഡ് ഡ്രൈവ് ഏതാലേ ഒന്നും പറയാനില്ല. ഹാർഡ് ഡ്രൈവ്, USB അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടെ കയ്യിലെടുക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇലക്ട്രോണിക്സ് ഐറ്റംസ് ഏതൊക്കെ എടുക്കുകയാണെങ്കിലും 12 monthsൽ, അതായത് 1 വർഷത്തിൽ കൂടുതൽ അതിന് പ്രായം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അതിൽ കുറവാണ് അതിന്റെ പ്രായം എന്നുണ്ടെങ്കിൽ അതിന്റെ റെസിപ്റ്റോ ഇൻവോയ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ സജസ്റ്റ് ചെയ്യും എടുക്കുന്ന ഇലക്ട്രോണിക്സ് ഐറ്റംസിന്റെ ഒക്കെ ഇൻവോയ്സ് കയ്യിലുണ്ടെങ്കിൽ അത് എടുത്ത് വെക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഈ പറഞ്ഞ ലാപ്ടോപ്പ് ഒക്കെ പുതിയത് വാങ്ങിയിട്ടാ വന്നേ. അപ്പൊ അതിന്റെ ഒക്കെ ഇൻവോയ്സും കാര്യങ്ങളെല്ലാം ഞാൻ കയ്യിലെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേബിളോ എന്തെങ്കിലും കൊണ്ടുവരാൻ എക്സ്ട്രാ ഒരെണ്ണം കൂടെ കൊണ്ടുവരാൻ നൈസായിരിക്കും. ഫോണിന്റെ ചാർജേഴ്സ്, കാരണം ഒന്ന് പൊട്ടിപ്പോയാലോ കളഞ്ഞു പോയാലോ പെട്ടെന്നൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം കയ്യിലിരിക്കുന്നത് വളരെ നൈസായിരിക്കും. അതെ അതെ. അപ്പം അതിന്റെ കാര്യങ്ങൾ അങ്ങനെ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് അട്ടക്കാരാ കത്തിരിക്കനൻ കാരാ അട്ടക്കാരാ കത്തിരിക്കനൻ ഓ